അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് റിസപ്ഷനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ദേ ഇവിടുന്ന് ഡാൻസ് ചെയ്യുന്ന രണ്ടുപേരൊക്കെ ഉണ്ട്. അതിലൊന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും രണ്ടാമത്തേത് അവളുടെ ഹസ്ബൻഡുമാണ് കേട്ടോ. അവളുടെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ കല്യാണത്തിനാണ് നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഇവൾക്ക് രാവിലെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കല്യാണത്തിന്. കാര്യം എന്താണെന്നല്ലേ, റെഡി ആവാൻ ലേറ്റായിട്ട്. നിങ്ങൾ എത്ര പേർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ രാവിലെ തൊട്ട് ആൾക്ക് കോൾ ചെയ്യുവാണ്, എപ്പോഴാണ് വരുന്നത് ചോദിച്ചിട്ട് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ലാസ്റ്റ് റെഡിയായി കല്യാണത്തിൻ്റെ സമയത്ത് എത്താൻ പറ്റിയില്ല. പാവം റിസപ്ഷനാണ്, പിന്നെ പുള്ളിക്കാരിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണത്തിന് പുള്ളിക്കാരിനെ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദേ ബ്രൈഡും ഗ്രൂമും ഒക്കെ സ്റ്റേജിലോട്ട് അങ്ങനെ വന്നു. ശരിക്കും ബ്രൈഡിനെ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ ഒരു ഗൗണ് രാവിലെ കണ്ടതിനേക്കാളും ഈ റിസപ്ഷൻ ഈ ലൈറ്റിലൊക്കെ കാണുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, നല്ല രസമായിരുന്നു. മാത്രമല്ല ആളെ കാണാനും ആളുടെ മേക്കപ്പും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. പക്ഷേ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നല്ല ഫുഡായിരുന്നു. പിന്നെ അതെ, എൻ്റെ വായിൻ്റെ അകത്തോട്ട് ക്യാമറയും കൊണ്ട് ഇങ്ങനെ വരുന്ന എൻ്റെ ഹസ്ബൻഡിനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കും, ഇനി എൻ്റെ ഭർത്താവ് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ അതെ, ഈ കാണുന്നതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ മുതൽ എൻ്റെ ഭർത്താവ്. ശരിക്കും വീഡിയോസ് എല്ലാം എൻ്റെ ഹസ്ബൻഡ് ആട്ടോ എടുക്കുന്നത്. ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുക്കാറില്ല. എൻ്റെ ഹസ്ബൻഡ് പുള്ളിയുടെ ഫോണിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വെക്കും. എനിക്ക് എഡിറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ ഞാൻ അതിൽ നിന്ന് ഇങ്ങോട്ട് എൻ്റെ ഫോണിലേക്ക് എയർ ഡ്രോപ്പ് ചെയ്തിട്ട് ഇതിലിരുന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്യും. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയത്തായിരിക്കും ഞാൻ ഈ വീഡിയോ ഒക്കെ ശരിക്കും കാണുന്നത്. അപ്പോൾ എന്താ, അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ റിസപ്ഷനോടുകൂടി ഈ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല ശരിക്കും. ഇനി അവർക്ക് ഹിന്ദു വെഡിങ് കൂടി വരാനുണ്ട്. പക്ഷേ അത് ജൂലൈയിലാട്ടോ വരുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ ഹിന്ദു വെഡിങ്ങിന് ഞാൻ അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.